പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ടി.പി. കേസ് പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിൽ കേസെടുത്തു. തലശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൊടിസുനിയുടെയും അതോടൊപ്പം തന്നെ കൂട്ടരുടെയും പരസ്യ മദ്യപാനം വലിയ വിവാദമായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള കൊടിസുനി, അതോടൊപ്പം മുഹമ്മദ് ഷാഫി, ഷിനോജ്, അതോടൊപ്പം കണ്ടാൽ അറിയുന്ന 4 പേർ, അങ്ങനെ 7 പേർക്കെതിരെയാണ് തലശ്ശേരി ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേരള അബ്കാരി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസെടുക്കാത്തതിൽ പോലീസിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഈ സംഭവം ജൂൺ 17 ഉണ്ടായത്. മാഹി ഇരട്ട കൊലപാതക കേസിൽ വിചാരണക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഈ പ്രതികളെ എത്തിച്ച ഘട്ടത്തിലാണ് തലശ്ശേരി സെഷൻസ് കോടതിയുടെ നേർ എതിർവശത്തുള്ള ഒരു ഹോട്ടലിന് സമീപത്ത് വെച്ച് ഇവർ മദ്യപിച്ചത്, ഒരു പരസ്യ മദ്യപാനം നടത്തിയത്. ആ ഘട്ടത്തിൽ പോലീസിൻ്റെ ഉൾപ്പെടെ എസ്കോർട്ട് സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് ഇവരുടെ ഈ പ്രതികളുടെ പരസ്യ മദ്യപാനം വലിയ വിവാദമായിരുന്നു. ആ സംഭവത്തിലാണ് പോലീസ് ഇത്ര താമസം ഈ കേസെടുക്കാൻ എടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചായിരുന്നു വിമർശനം ഉയർന്നു വന്നത്. ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഇതിൽ നിയമോപദേശം ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട്. ജയിലിനകത്തെ കുറ്റകൃത്യങ്ങളിൽ ഈ ജയിൽ ആക്ട് പ്രകാരമുള്ള കേസുകൾ എടുക്കാൻ കഴിയും, പുറത്ത് ഇവർ കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ ഏത് രീതിയിലുള്ള കേസെടുക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് നിയമോപദേശം ഉൾപ്പെടെ തേടിയിട്ടുണ്ട് എന്നതായിരുന്നു പോലീസിന്റെ വിശദീകരണം. പക്ഷേ ഇപ്പോൾ നിലവിൽ എഫ്ഐആർ പ്രകാരം ഇവർക്കെതിരെ കേരള അബ്കാരി ആക്ട് മാത്രമാണ്, അതിൻ്റെ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വകുപ്പ് ചുമത്തി കേസെടുക്കുന്നതിന് പോലീസ് എന്തിനാണ് ഇത്ര കാലതാമസം എടുത്തതെന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നു വരുന്നുണ്ട്. കാരണം ജൂൺ 17 നടന്ന സംഭവം, അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് ആഗസ്റ്റ് 9 ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര താമസം എന്തിനാണ് ഈ വകുപ്പ് ചുമത്തി കേസെടുക്കുന്നതിന്? പൊതു ഇടത്തെ പരസ്യ മദ്യപാനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ കേസെടുക്കുന്നതിന് പോലീസ് ഇത്രത്തോളം വൈകിയത് എന്താണെന്ന ചോദ്യം എന്തായാലും ഉയർന്നു വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. ഇത് ബെയിലബിൾ വകുപ്പാണ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് നിലവിൽ കൊടിസുനിക്കെതിരെയും മുഹമ്മദ് ഷാഫി, ഷിനോജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലവിൽ എന്തായാലും ചുമത്തിയിട്ടുള്ളത്. തലശ്ശേരി ടൗൺ പോലീസാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. എസ് കെ.